youngsters fighting for a cause and gentlemen. ഡെമോക്രസി അല്ലേ? നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ഏറ്റവും നല്ല പ്രതിഷേധം. അതായത് നമ്മളെ ഇന്ത്യയിലെ യുവാക്കളെ പറ്റടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ നിലവിലുള്ളത്. യുവാക്കൾക്കെതിരെ പക്ക രാഷ്ട്രീയത്തിന്റെ വഴിക്കല്. അതായത് നമ്മള് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ആള് നമുക്ക് തന്നെ എന്താ പറയാ, നമുക്കെതിരെ തന്നെ ഇപ്പൊ കണ്ട അടിച്ചമർത്താണ് ആളുകളെ. സ്റ്റുഡൻസിന് വേണ്ട ന്യായമാണ്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന്, മന്ത്രിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റി എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാർ രാജിവെക്കണം, പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം. അപ്പൊ ഇവർക്ക് പറ്റി തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ഈ ലാത്തി ചാർജും ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഈ ആൾക്കാരെ ഒരു പറഞ്ഞല്ലോ, ഇത് യുവാക്കളെ അടിച്ചമർത്തിയിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകൂല. ഇത് നിങ്ങളുടെ അവസാനമാണ്. ഇപ്പൊ എല്ലാരും മറ്റേ ഒത്തുചേർന്ന്, ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, എല്ലാരും ഒത്തുചേർന്ന് നിൽക്കാണ് ഇപ്പൊ. അത് CJP എന്നുള്ള പാർട്ടി അവർ കൊണ്ടുവന്ന അത് അവരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി വരെ റോട്ടിലിറങ്ങി അറസ്റ്റ് ചെയ്യിപ്പിച്ചു. മറ്റേ നാടകീയ രംഗങ്ങളാണ് മൊത്തം പോലീസിനെ കൊണ്ട്. നിങ്ങളെ കയ്യിൽ ഭരണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാന്നല്ല ഇവിടെ, മനസ്സിലായ? ജനാധിപത്യം എന്ന് പറഞ്ഞതല്ല. ജനാധിപത്യം അംബേദ്കർ എഴുതിയ ഒരു ജനാധിപത്യ രീതി ഉണ്ട്. അവരെ അതുവരെ ഇപ്പൊ അതല്ലല്ലോ നടക്കണത്. ഇപ്പൊ നടക്കണ മൊത്തം നാടകീയ രംഗങ്ങളല്ലേ. ഒരു മനുഷ്യൻ 23 ദിവസമായി അവിടെ കിടക്കണ്, നിരാഹാരമായിട്ട്. 23 ദിവസം. ആള് തന്നെ അതിനും വേണ്ടിട്ട്, യുവാക്കൾക്കും വേണ്ടിട്ട്. ഇതിലേക്ക് പറയാനുള്ളത് മറ്റേ പ്രകാശ് രാജ് ആള്